ഇമോഷണൽ സീൻസിൽ ചിരി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ സിനിമ കാണുന്നവരെന്തായാലും തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് മസ്റ്റായിട്ട് ചൂസ് ചെയ്യണം. മലയാളത്തിൽ ഭയങ്കര ക്രിഞ്ച്, അതായത് അവരുടെ ഡയലോഗ്സ് ആയാലും സെന്റിമെന്റ്സ് ആയാലും എന്ത് സാധനമായാലും ഭയങ്കര നമുക്കൊരു പാഷൻ എന്ന രീതിയിൽ കിട്ടുന്നില്ല. നിങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണണമെങ്കിൽ തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് കാണണം. ആ ചുട്ടമല്ലേ സോങ്ങും മറ്റേ ഫിയർ സോങ്ങൊക്കെ ഭയങ്കര ബോറാക്കി എടുത്ത് വെച്ചേക്കാം. എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാൻ വണ്ടിയിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന പാട്ടാണ് ഫിയർ സോങ്ങും ചുട്ടുമല്ലേ. ഇത് മലയാളത്തിൽ കാണുമ്പോൾ ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. തമിഴും തെലുങ്കൊക്കെ നൈസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കണേ, രണ്ടും ഞാൻ കണ്ടാണ്, തെലുങ്ക് കണ്ടു മലയാളം കണ്ടു. അപ്പോൾ നോക്കുകയാണെങ്കിൽ തെലുങ്ക് കാണുകയാണ് നല്ലത്, തമിഴ് കാണുകയാണ് ഏറ്റവും നല്ലത്. NTR ഒരു പാൻ ഇന്ത്യൻ ആക്ടർ NTR ഓൾറെഡി പാൻ ഇന്ത്യൻ ആക്ടർ ആണല്ലോ. കന്നഡയിൽ നിൽക്കുന്ന ഒരു ആക്ടർ, കന്നഡയിലായിരിക്കും ആൾക്ക് കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളത്. ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്കാണ് RRR വന്നപ്പോൾ തന്നെ പുള്ളി ഒരു ലെവൽ ഓഫ് പാൻ ഇന്ത്യൻ. RRR സോളോ ഹീറോ അല്ലല്ലോ. എന്തായാലും ഈ ഒരു സിനിമയിൽ എന്തായാലും സോളോ ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ടോ? കാരണം പുള്ളിയുടെ പെർഫോമൻസ് പണ്ടേ അടിപൊളിയാണ്. തെലുങ്ക് കൊമേഴ്ഷ്യൽ ആ ഒരു മൂവി വെച്ച് നോക്കുകയാണെങ്കിൽ ആൾ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ലെവലിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇത് കൂടുതൽ ലോജിക്കും കാര്യങ്ങളും മറ്റേ വെള്ളത്തിനടിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, സുറേ പോലെ പറഞ്ഞു, ആ ട്രെയിലർ ഇങ്ങനെ സുറേലെ പോലെ പറഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞാൽ അതേപോലെയൊക്കെ ആ ഒരു ലോജിക് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് സിനിമയിൽ വന്നിട്ട് കൊമേഴ്ഷ്യൽ തെലുങ്ക് പടം കാണുന്ന രീതിയിൽ കാണുകയാണെങ്കിൽ നൈസാണ്. അതൊരു NTR പടമായിരിക്കും, അതൊരു പാൻ ഇന്ത്യൻ പടമായിരിക്കും. തെലുങ്ക് കൊമേഴ്ഷ്യൽ പടമാണ്, അങ്ങനെ കണ്ടാൽ മതി. ഈ അതിൽ ജാൻവി കപൂറിന്റെ പുള്ളിനെ